അതായത് ഒരു കൃഷിക്കാടിൽ 3 വർഷം കൃഷി ചെയ്തു ആ മണ്ണിന് വീണ്ടും റെസ്റ്റ് കൊടുക്കുമ്പോൾ ആ മണ്ണിൽ പിന്നെ വീണ്ടും അത് കൃഷി ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ ഏരടി മണ്ണിൽ ഒരിക്കലും റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. റെസ്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ക്ഷതം വരുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആ ശരീരത്തിന് നോവ് പറ്റുന്നത് പോലെ മണ്ണിന് റെസ്റ്റ് കൊടുക്കും. അങ്ങനെ റെസ്റ്റ് കൊടുക്കാൻ ഈ വിഭാഗത്തിന് വളരെ കഴിയുമായി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് ഭൂമി മൊത്തം സഞ്ചരിക്കുകയും ഈ വിഭാഗങ്ങളിൽപ്പെട്ട ഗോത്രങ്ങൾ ഭൂമി മൊത്തം സഞ്ചരിക്കുകയും ആ സഞ്ചരിച്ച് ഏറ്റവും ഹൈ ആയിട്ടുള്ള മലകളെയും മണ്ണിനെയും തൊട്ടറിയുകയും ആ മണ്ണിൽ ജലപ്രളയം പല വട്ടങ്ങളും ഉണ്ടായപ്പോൾ അതിനെ കണ്ട് പഠിക്കുകയും അത് മക്കൾക്ക് പകർന്ന് നൽകിയിട്ടുണ്ടെന്നാണ് ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള ആദിവാസികൾ കരുതുന്ന ഒരു ശാസ്ത്രം. അതിന് പ്രത്യേകമായിട്ട് ആദിവാസികൾ വിശ്വസിക്കുന്ന മലയാണ് അതിൻ്റെ തെളിവുകൾ. കാരണം മലകളിൽ ഈ പ്രകൃതിയെ വെള്ളത്താൽ പ്രളയത്താൽ മുങ്ങി അതിൽ നിന്ന് കടലിൻ്റെ അലകൾ അടിച്ച് ഇങ്ങനെ അരഞ്ഞ് വെള്ളം താഴോട്ട് ഇറങ്ങിയിട്ടുള്ള പാടുകൾ ഇപ്പോഴും മലകളിൽ മാത്രമേ കാണാൻ സാധ്യമുള്ളൂ. അത് കടൽ എത്ര താഴ്ചയുണ്ടോ അത്രത്തോളം ഹൈ ആയിട്ട് കിടക്കുന്ന ഒരുപാട് മലകൾ, ലോകത്തിലെമ്പാടുള്ള മലകളിൽ ഇതുപോലുള്ള പാടുകൾ കാണാൻ സാധ്യമാവും എന്നാണ് ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ടുള്ളവരുടെ കണ്ടെത്തലും അവരുടെ വിശ്വാസങ്ങൾ. അതുപോലെ തന്നെ ശരിയാണെന്ന് ഞങ്ങൾ കരുതുകയും ചെയ്തു. കാരണം ഇപ്പോഴും ഓരോ മലകളിലും ഇതുപോലെ ജലം വന്നിങ്ങനെ തട്ടി വരുന്നു താഴോട്ട് ഇറങ്ങിയിട്ടുള്ള പാടുകൾ ഇപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ജലപ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗം കൂടിയാണ് മലകളെ ഇങ്ങനെ ഇതിൽ പറയുന്ന കുറുമ്പ വിഭാഗത്തിൽപ്പെടുന്ന ഈ 7 ഗോത്രങ്ങളിലുള്ള ഒരു വിഭാഗത്തിന് വളരെ കറക്റ്റായിട്ട് പറയാനും അറിയാം. ഇന്ന ദിവസം ഏകദേശം ഭൂമി ജലപ്രളയം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലുള്ള ആ ഭൂമിയിലുള്ള ചില വൃക്ഷത്തൈകൾ വാടി നിൽക്കും. നമ്മൾ തൊട്ടവാടി പോലുള്ള ചെടി നമ്മൾ തൊട്ടവാടുന്നത് പോലെ ഇങ്ങനെ ജലപ്രളയം ഉണ്ടാവും എന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ള ചില വൃക്ഷത്തൈകൾ വാടി നിൽക്കും. ചില മൃഗങ്ങൾ, ആനയെ പോലുള്ള മൃഗങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്യും. അതുപോലെ കാട്ടുപോത്തു, അങ്ങനെ മൃഗങ്ങൾ അതിന് പ്രകൃതിയിലെ ഇതുപോലുള്ള ഭയങ്കര അപായം മനസ്സിലാക്കി മാറിപ്പോകും. അപ്പം അത്രയ്ക്കും പ്രകൃതിയോട് നിരന്തരം സമ്പർക്കം പുലർത്തി ജീവിച്ച് ഒരു വിഭാഗമാണ് കുറുമ്പ പോലുള്ള കുറുമ്പ മൃഗ, ഇങ്ങനെ മറ്റു ഉപഗോത്രങ്ങളും ഇങ്ങനെ ഒരു ഭയങ്കര കൃത്യമായിട്ട് ഒരു കാൽക്കുലേഷനെ ജീവിച്ചു പോരുന്നവരാണ് ഈ 2 വിഭാഗം. ഇവർക്കറിയാം ഏകദേശം ഇന്ന കാലഘട്ടങ്ങളിൽ ഇത് സംഭവിക്കുമ്പോൾ അതിനായിട്ടുള്ള മറകൾ എവിടെയാണ് മലകളുള്ളത്, അതിനെ അവർ കറക്റ്റായിട്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്രയും വരാൻ സാധ്യതയില്ലാതെ തോന്നുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിലെ മറ്റു എല്ലാ മേഖലയിലും കൊണ്ടുപോയിട്ട് ആദിവാസികൾ നിങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഭാഗമാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ മോഡൽ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും സ്വന്തം ആദിവാസികളുടെ കയ്യിലുള്ള കലയും ആചാരവും അടിസ്ഥാനവും ഭാഷയും അവരുടെ സംസ്കാരവും നഷ്ടപ്പെടാൻ കാരണം അവിടെയാണ്. കാരണം ഒരു വർഷത്തിൽ ഏകദേശം 10 മാസത്തോളം ഗവൺമെൻറ്റിൻ്റെ ഹോസ്റ്റലിലാണ് കഴിഞ്ഞത്. 5 വയസ്സ് മുതൽ നമ്മൾ ഏകദേശം അയാളുടെ ഒരു ഡിഗ്രി വരെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 10 മാസം വെച്ച് ഒരു വർഷം അങ്ങനെ പോവുകയാണെങ്കിൽ അയാളുടെ ഡിഗ്രി
കഴിഞ്ഞത് വരെ ഹോസ്റ്റലിലോട് മാത്രം 5 വയസ്സിൽ അമ്മയ്ക്ക് എന്താണ് കൊടുക്കാൻ പറ്റും, ആ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സ്വന്തം കുഞ്ഞിനെ കൊടുക്കാവുന്ന മാറിലെ പാലും 5 വയസ്സ് വരെ കൊടുക്കാവുന്ന ഭക്ഷണവും മാത്രം കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നീട് അയാളെ ലഭിക്കുന്നത് സിവിലൈസേഷൻ പോലുള്ള മറ്റുള്ള മോഡൽ രാജ്യങ്ങളിലുള്ള മീഡിയാസിൻ്റെയും അവിടെയുള്ള കെട്ടിടത്തിൻ്റെയും അവിടെയുള്ള കൃഷി രീതിയും അവിടെയുള്ള സംസ്കാരത്തിൻ്റെ ഭാഷയും വേഷവും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ ജീവിത ശൈലിയും അങ്ങനെ അവർ സെറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ച് പല ഇതിലും വരുമ്പോൾ സ്വന്തമായിട്ടുള്ള ഭാഷയും സംസ്കാരവും വീട്ടിൽ വന്ന് പഠിക്കാനും അമ്മയോട് സംസാരിക്കാനും പോലും അന്യനായിരുന്നു. അത് തിരിച്ചറിയുകയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം ഭാഷയും സംസ്കാരം നിലനിർത്താൻ ആദിവാസിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു യഥാർത്ഥമായ സംസ്കാരം പിന്നെ തിരിച്ചെടുക്കാൻ കഴിയും. അതാണ് സ്വന്തം പാട്ട് പാടുമ്പോൾ ലജ്ജ തോന്നുക. സ്വന്തം പാട്ട് അച്ഛനോ അമ്മയോ അയാൾ ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പാടുമ്പോൾ മകന് ലജ്ജ തോന്നുക. ഈ പാട്ടിനേക്കാളും രസം മറ്റുള്ള സിനിമാറ്റിക് ഡാൻസിനെ പോലുള്ള ഡാൻസുകൾ നൃത്തങ്ങളാണ് ഇഷ്ടം. അങ്ങനെ അത് കുഞ്ഞുനാൾ മുതൽ അവൻ്റെ ശൈലിയിലുള്ള നൃത്തച്ചോട്, കാൽച്ചോട്, ശരീരത്തിൻ്റെ പ്രകൃതം, ആ ഭാഷയിലുള്ള കുഴൽ, മേളം അടിക്കാനുള്ള പാത, അങ്ങനെയുള്ള അതിലേക്ക് കുത്താവുന്ന മരത്തിലുള്ള കറകൾക്കുള്ള പൊട്ടുകൾ, അങ്ങനത്തുള്ള വളരെ സിമ്പിളായിട്ടുള്ള അതിന് വേണ്ട എന്നിട്ട് വളരെ വില കൊടുത്തുള്ള വലിയ വില കൊടുത്തുള്ള ഒരു സിസ്റ്റമാറ്റിലേക്ക് മക്കൾ മാറുന്നതിൻ്റെ ഒരു 2 സ്റ്റേജാണ്. ഇത് സിമ്പിളായിട്ടുള്ള കലയും സംസ്കാരം. ഈ സിമ്പിളായിട്ട് ഉണ്ടെങ്കിലും ഈ കലയ്ക്ക് 6000 കലകളുണ്ട്. ആദിവാസികൾക്ക് 6000 കലകൾ പോയിട്ട് പുസ്തകത്തിൽ നിന്ന് എഴുതി പഠിക്കുകയും ടേപ്പ് റെക്കോർഡുകളിലും ഇതുപോലെ മീഡിയാസിലുള്ള റെക്കോർഡ് വെച്ചിട്ടുള്ള ഈ ഡാൻസിൽ കേട്ട് പഠിക്കുകയും ചെയ്യുന്നതിനേക്കാളും എത്രയോ മടങ്ങുള്ള 6000 സംഗീതവും കമ്മ്യൂണിക്കേഷനുള്ള അതിനെ പഠിക്കാൻ ആദിവാസി മറന്നു പോകുന്നതാണ്. തിരിച്ച് ഇത്തരം 6000 രീതിയിലുള്ള കലയെ കുറിച്ച് അറിയാൻ വൈകി എന്നാണ് ശരിക്കും പുറത്തെ പോയിട്ടുള്ള ആദിവാസിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മാഷിന്റെ ചെറുപ്പത്തിലെ പാട്ടുകളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ കഥകളോ പാട്ടുകളോ എന്തെങ്കിലും ഓർത്തിരിപ്പുണ്ടോ നിങ്ങളുടെ കളികളെ കുറിച്ചുള്ളതോ? എനിക്ക് അത്ര നിങ്ങളുടെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ ഇത് നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. നമുക്ക് എന്റേതായ ചെറുപ്പങ്ങളിലൊന്നും വലുതായിട്ടൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഞാൻ എന്റേതായ ചെറുപ്പങ്ങളിൽ എൻ്റെ തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുകയും അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം നടക്കുകയും ആ കൃഷിയുമായിട്ട് അച്ഛനമ്മയോടൊപ്പം സഹായിക്കുകയും ചെയ്തത് കൊണ്ട് എനിക്ക് അത്രയും നഷ്ടബോധം സ്വാഭാവികമായിട്ട് ഈ തലമുറയിൽ അത് സ്വാഭാവികമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെടാൻ കാരണം ഇതാണ്, മറ്റുള്ള സ്കൂളുകളിൽ ഇങ്ങനെ ചിതറിപ്പോയി കിടക്കുകയാണ്. അവർ വന്നിട്ട് ഒരുമിച്ച് 2 മാസം ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ തൊട്ടടുത്ത ഒരു വീട്ടിലെ പയ്യനോട് മിങ്കിൾ ചെയ്യാൻ അവന് അസാധ്യമായി പോകുന്നു. സാധിക്കുന്നില്ല. അസാധ്യമായി പോകുന്നത് എങ്ങനെയാണ്? കാരണം മറ്റുള്ള സ്കൂളിൽ നിന്ന് ഒതുങ്ങി അവൻ്റെ മനസ്സിനെ 4 മുലക്കുള്ളിൽ ഇരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഊരിലേക്ക് വരുമ്പോൾ വിശാലമാണ്. എല്ലാ കുട്ടികളോടും ഭയങ്കര സംസാരിക്കാനും അവരോട് ഒത്തൊരുമിച്ച് കളിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് ഫ്രീയാണ്. പക്ഷേ നേരെ മറിച്ച് ഹോസ്റ്റലിൽ പോയിരുന്ന് പഠിക്കുമ്പോൾ അവിടെ അടയ്ക്കപ്പെടുകയാണ്, കൂട്ടിനുള്ളിൽ അടയ്ക്കപ്പെടുകയാണ്. ഒരു പക്ഷി എങ്ങനെയാണ് സ്വതന്ത്രമായിരുന്നു, ആ പക്ഷി കിട്ടുന്നില്ല, അവിടെ കിട്ടുന്ന ആ സമയത്തുള്ള ഭക്ഷണം കിട്ടുന്ന സമയത്തിലൊക്കെ ഈ തത്തയെ കരയാൻ പറയുമ്പോൾ കരയണം എന്നുള്ള ആ ഒരു ശൈലി ആണ് പുറത്തുനിന്നുള്ള കുട്ടിയുടെ ഒരു. നമ്മുടെ ഇതെല്ലാം നഷ്ടമാകാൻ ഒരു പുറത്തുനിന്നുള്ള ഒരു എഡ്യൂക്കേഷനും പുറത്തുനിന്നുള്ളവരുടെ ഇടപെടലും ഒരു വലിയ കാരണമായിരുന്നു അല്ലേ? അതായത് മോഡലൈസേഷൻ കൂടുതൽ പോയി. അതായത് അവരുടെ മോഡലാണ്. ആദിവാസി മോഡൽ എന്ന് പറയുന്നത് എനിക്കിങ്ങനെ മോഡൽ വേണമെന്ന് ആദിവാസി ഒരിക്കലും ഒരു ലോകത്തും പറഞ്ഞില്ല. എനിക്ക് വലിയ കെട്ടിടം വേണം, അതിലാണ് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ആദിവാസിനെ വരെ നിർബന്ധിച്ചത്. എനിക്ക് വലിയൊരു കൃഷി സ്ഥലം വേണം, അവിടെയാണ് എനിക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ആദിവാസി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഈ മോഡലായിട്ട്, അതായത് സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഓരോ വ്യക്തികൾ
മറ്റു വിഭാഗത്തിൽ നിന്ന് പഠിച്ച് വളർന്നു വന്നിട്ട് ഇവിടുത്തെ ട്രൈബ്സിന്റെ നിലകളെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫീലിംഗ് തോന്നിയിട്ട് അവരുടെ ഒരു മനസ്സിലെ ഐഡിയ കൊണ്ടുവന്നിട്ട് അവര് ആദിവാസിയെ മോഡലൈസേഷൻ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പറ്റുക. അവിടെ നിർത്തിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് അതുപോലുള്ള ഒരു ചെറിയ ആയിട്ടുള്ള ഒരു മോഡൽ കൊടുക്കായിരുന്നെങ്കിൽ ഒരുപാട് വിജയിച്ചേനെ. കാരണം തൊട്ടടുത്ത് ഇവിടെ ഒരു കുട്ടി ഇവിടെ റോഡ് മാർഗം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു കുട്ടി, അംഗനവാടി ഇല്ലാത്ത ഒരു കുട്ടി ദൂരെ കാസർഗോഡ് പോയിട്ട് 5 വയസ്സ് 6 വയസ്സ് കഴിയുമ്പോൾ ഇവിടുന്ന് 1-ാം ക്ലാസ്സിൽ കാസർഗോഡ് പോയിട്ട് പഠിക്കുന്ന കുട്ടി, അംഗനവാടി പോയിട്ടില്ല, LKG പോയിട്ടില്ല, സ്വന്തം പേരെന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല, അച്ഛൻ്റെ സ്വന്തം അഡ്രസ്സ് പറയാൻ അറിയില്ല, സ്വന്തം ഊര് പേര് പറയാൻ അറിയാത്തൊരു കുട്ടി കാസർഗോഡ് പോയിട്ട് അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയയിൽ LKG UKG പഠിച്ചിട്ടുള്ള അച്ഛനമ്മ വേറെ ക്ലാസ് കൊടുത്തിട്ടുള്ള ഒരു കുട്ടിയുടെ കൂടെ ഇങ്ങനെ ഒരു കുട്ടി പോയിട്ട് പഠിക്കുമ്പോൾ അയാളുടെ സ്റ്റേജ് എന്താണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അപ്പം എന്താണ് നമ്മൾ അയാൾക്ക് നൽകേണ്ടത്, എങ്ങനെയാണ് ശരിക്കും സാക്ഷരത നൽകേണ്ടത്, എങ്ങനെയാണ് പരിസ്ഥിതി സാക്ഷരത നൽകേണ്ടത്, എങ്ങനെയാണ് ഇവരെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ ഡെവലപ്മെൻ്റാണ് തന്നെ തെറ്റായത്. ഡെവലപ്പ് ചെയ്യേണ്ട രീതിയിലായിരുന്നില്ല എന്നാണ് എൻ്റെ ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് കിഴക്കൻ അട്ടപ്പാടിയിൽ കുറച്ചെല്ലാം ആളുകൾ സ്വന്തം ഊരിൽ വാദ്യം, മേളം, താളമേളം, കുഴല്, ഡാൻസ് പോലുള്ളത് സ്വയം ഏറ്റെടുത്തവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടാണ്. സ്വാഭാവികമായിട്ട് കിഴക്കൻ മേഖല ഇങ്ങനെ ആകുമ്പോൾ പശ്ചിമഘട്ട മേഖല മൊത്തം ഭാഷയും സംസ്കാരവും ഡാൻസും പോലുള്ള നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതിലുപരി അവർക്ക് കിട്ടേണ്ടത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം, ജോലി,